Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. Video on ചെയ്തോളൂ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. Good morning. Take your Hindi textbook. Advait video on ചെയ്തേ. മിസ് വിളിച്ചാലേ വീഡിയോ ഓൺ ചെയ്യലൂ. അല്ല, ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പേജ് നമ്പർ 32 പറഞ്ഞു അല്ലേ? പേജ് നമ്പർ 33 എടുത്തു വെച്ചോളൂ എല്ലാവരും. പേജ് നമ്പർ 33. ഷെഫി, ക്ലാസ് കണ്ടായിരുന്നോ യൂട്യൂബില്? Yes, Miss. ഓക്കെ, നോക്ക്. പേജ് നമ്പർ 33, സെക്കൻഡ് പാരഗ്രാഫ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. അല്ല, നല്ല വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ വീട്ടിൽ നിന്ന് കൊറോണ ടൈമില്? ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. Thank you, Miss. ഓക്കെ, അപ്പൊ നോക്കുക. പേജ് നമ്പർ 33 സെക്കൻഡ് പാരഗ്രാഫ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടുള്ളൂ. നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്യണം. എല്ലാവരും ഒരു പ്രാവശ്യം പ്രസന്റ് ടൈപ്പ് ചെയ്യുക. ഒരു പ്രാവശ്യം പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരുന്നേ. പേജ് നമ്പർ 33 സെക്കൻഡ് പാരഗ്രാഫ്. गुडी गुड मॉर्निंग. गुडी पड़वा से जुड़ी दूसरी मान्यता यह है कि शालिवान नाम का एक कुंभकार था, जिसके पुत्र ने मिट्टी से सैनिकों की एक सेना बनाई और फिर पानी छिड़ककर उस सेना में प्राण फूंक दिए. इसी सेना की मदद से उसने शक्तिशाली शत्रुओं से नाश कर विजय प्राप्त की. इस विजय के प्रतीक के रूप में शालिवाहन शक का भी आरंभ हुआ. അതായത് ശാലിവാഹൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ എന്താണ്, അതിന്റെ മകൻ ഒരു സൈന്യം നിർമ്മിക്കുകയും അങ്ങനെ ആ സൈന്യവുമായി യുദ്ധം ചെയ്ത അവസാനം അവര് വിജയിച്ചതിന്റെ രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഗുഡി പഡ്വ എന്ന ഫെസ്റ്റിവല് ആഘോഷിക്കുന്നു എന്ന് വേറൊരു കഥയുണ്ട്. ക്രിസ്റ്റി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ക്രിസ്റ്റീസ് ഉണ്ടോ? Thank you, Miss. ഓക്കെ, എന്താണ് അടിച്ചു പൊളിയുണ്ടോ ഇന്ന്? ഹാപ്പി ബർത്ത്ഡേ ആയിട്ട്. ബിരിയാണി വെക്കുന്ന അത്രേ ഉള്ളൂ. ആഹാ, ബിരിയാണിയാണോ? എത്ര ആള് മിസ്സിന്റെ കൂടെ വരുന്നുണ്ട് ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക്? കമ്പ് കാണിച്ചോളൂ. മിസ്സിന്റെ കൂടെ ക്രിസ്റ്റീന്റെ വീട്ടിലേക്ക് വരുന്നവര് ബർത്ത്ഡേക്ക് ആരും വരുന്നില്ലേ? ബർത്ത്ഡേ വിഷയം വരുന്നില്ല? ഞാൻ വരുന്നുണ്ട് കേട്ടോ. അലിന വരുന്നുണ്ട്. അലിന കൈ കാണിച്ചു. ഞങ്ങൾ വരേണ്ടി വരൂടാ ഉച്ചക്ക്. സെബിയും വരുന്നുണ്ടല്ലേ. ഞങ്ങൾ എല്ലാരും കൂടി വരാം അല്ലേ? ഓക്കെ സൂര്യദേവൻ, കുറെ പേരുണ്ട് എന്റെ കൂടെ, വരണോ? വന്നോന്നല്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പൊ വരുന്നില്ല. ഓക്കെ, അടിച്ചു പൊളിക്കുന്നുണ്ട് ബർത്ത്ഡേ. അപ്പോ ഇവിടെ എന്താണ്, അപ്പൊ രണ്ടു തരത്തിലുള്ള കഥകൾ നമ്മള് ഗുഡി പഡ്വയുമായി ബന്ധമുള്ള രണ്ട് കഥകൾ പറഞ്ഞു അല്ലെ? നെക്സ്റ്റ്,
हिंदू लोग इस दिन गुड़ी की पूजा करते हैं. हिंदू മതത്തിൽപ്പെട്ടവർ അവരെന്താ ചെയ്യുന്നത്? गुड़ी की पूजा करते हैं और आम के पत्तों से बने बंधनवार से घरों के दरवाजे सजाते हैं. हिंदुക്കൾ എന്താ ചെയ്യുന്നറിയോ? गुड़ी मीन्स गुड़ी का अर्थ क्या है? ध्वज. ले गुड़ी का अर्थ क्या है? ध्वज या പതാക. ले ഈ ധ്വജിനെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്? പൂജ करते हैं. പൂജ ചെയ്യും, പൂജിക്കുന്നു. ഏതിനെ? ഫ്ലാഗിനെ. അതിനുശേഷം ആം കെ പത്തോം സേ ബനെ, മാംഗോ, അത് മാവിന്റെ ഇലയില്ലേ, മാവിന്റെ ഇല ഉപയോഗിച്ച് തോരണങ്ങൾ തൂക്കും. ജനലിന് വാതിനൊക്കെ വീടുകളിലൊക്കെ എന്ത് ചെയ്യുന്നു? മാവിന്റെ ഇല ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തോരണങ്ങള്, അലങ്കാരങ്ങൾ ചെയ്യുന്നു. माना जाता है कि बंधनवार सजाने से घर में सुख समृद्धि और खुशियां आती है. എന്താണ് അതിന്റെ ലക്ഷ്യം? അവർക്ക് വട്ടായിട്ടൊന്നുമല്ല, പിന്നെന്താണ്? അങ്ങനെ തോരണങ്ങൾ തൂക്കിക്കഴിഞ്ഞാല് ആ വീട്ടില് എപ്പോഴും സന്തോഷവും സമാധാനവും ലഭിക്കുന്നു എന്നാണ് അതിന്റെ ലക്ഷ്യം കേട്ടോ. इस पर्व के दिन लोग नए कपड़े पहनते हैं. അത് നമ്മൾ സാധാരണ എല്ലാ ഫെസ്റ്റിവലിനും അങ്ങനല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ആദ്യം എന്താ വേണ്ടത്? പുതിയ ഡ്രസ്സ് അല്ലേ? എല്ലാവരും കുളിച്ച് പുതിയ ഡ്രസ്സുകൾ ധരിക്കുന്നു. चने की दाल और मैदा से बनी पूरनबोली इस पर्व पर पकाया जाने वाला विशेष व्यंजन है. പിന്നെ അതായത് കടലപ്പരിപ്പ് അതൊക്കെ ഉപയോഗിച്ച്, മൈദ ഒക്കെ ഉപയോഗിച്ച് മിക്സ് ആയ ഒരു പലഹാരം അവിടെ ഉണ്ടാക്കുന്നു ഈ വിശേഷപ്പെട്ട ദിവസം. महाराष्ट्र में इस अवसर पर श्रीगंध बनाया जाता है. മഹാരാഷ്ട്രയിൽ ഈ ദിവസം എന്താ ഉണ്ടാക്കുന്ന അറിയോ? ശ്രീഗണ്ഡ് മീൻസ് എന്താന്ന് വെച്ചാല് വെണ്ണയും എന്താ പറയണ്ടേ, പഞ്ചസാരയൊക്കെ ഷുഗറൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പാനീയം പോലെ. നമ്മൾ ഫ്രൂട്ട് സാലഡ് ആക്കുന്നത് പോലെ വേറൊന്ന് കേട്ടോ. ഫ്രൂട്ട് സാലഡ് ആക്കുന്നില്ല, അതിന്റെ വേറൊന്നാണ് അവർ നിർമ്മിക്കുക. और आंध्र प्रदेश में पचड़ी प्रसाद के रूप में बांटा जाता है. ആന്ധ്രാപ്രദേശില് വേറൊരു രീതിയിലുള്ള ഭക്ഷണമാണ് പച്ചടി എന്ന് പറയുന്നു. नीम के कोंभलों को गुड़ के साथ मिलाकर खाने की भी परंपरा है ताकि बेहतर स्वास्थ्य पाने के साथ साथ रिश्तों की कड़वाहट भी मिठास में बदल जाए. എല്ലാവർക്കും നല്ല ആരോഗ്യവാന്മാരാകാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റിവല് ആഘോഷിക്കുന്നതെന്ന് പറയുന്നു. Okay, next page number 34. आंध्र प्रदेश, कर्नाटक और महाराष्ट्र में इसी दिन से आम खाने की भी परंपरा है. ആന്ധ്രാപ്രദേശിലായാലും കർണാടകയിലായാലും മഹാരാഷ്ട്രയിലെല്ലാം മുഴുവൻ ജനങ്ങളും വെവ്വേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നു. 9 दिन तक मनाए जाने वाले इस पर्व का समापन रामनवमी के दिन होता है. 9 ദിവസമാണ് ഈ പ്രോഗ്രാം, ഈ ഫെസ്റ്റിവല് അവസാനിക്കുന്നത്. 9 ദിവസം ഇത് ഉണ്ട്. നമ്മളിപ്പോ അത്തം പത്തോണം എന്ന് പറഞ്ഞല്ലേ, 10 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓണം ആഘോഷിക്കുന്നത് പോലെ അല്ലേ? ആഭ, അപ്പൊ ഇതൊരു എന്താണ്, ഭാവിക ആബൊക്കെ എഴുതിയ ലെറ്റർ ആണല്ലേ. അപ്പൊ അതിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്താണ്, ഗുഡി പഡ്വ എന്നുള്ള ത്യോഹാറിനെ കുറിച്ച് കുറച്ച് അറിവ് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി പറയണ ആഭ, तुम इस बार गुड़ी पड़वा पर यहाँ आने का कार्यक्रम बनाओ. ആഭ, നീ ഇത്തവണ ഗുഡി പഡ്വ ആ ത്യോഹാർ ആ ഫെസ്റ്റിവലിന്റെ ടൈമില് ആ പ്രോഗ്രാമിൽ നീയും വരിക. और हमारे परिवार के साथ यह पर्व मनाओ. എന്റെ ഫാമിലിയുടെ ഒത്ത് നമുക്ക് അത് എന്ത് ആഘോഷിക്കാം? ഗുഡി പഡ്വ എന്നുള്ള ഫെസ്റ്റിവല് ആഘോഷിക്കാലോ. നീ തീർച്ചയായും വരണം. तुम्हारे साथ इस पर्व को मनाने का अवसर पाकर मुझे बहुत खुशी होगी. നീയും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കും അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ അലിനിപ്പോ എന്തെങ്കിലും അടിച്ചുപൊളിച്ചായിട്ട് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സമയത്ത് അലിനെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലോ സന്തോഷം ഉണ്ടാവില്ലേ?
എനിക്കെല്ലാം ഉണ്ടാവും, നിങ്ങളെല്ലാം സ്വഭാവം എനിക്കറിയില്ല. നിങ്ങൾ എന്താ മോശ സ്വഭാവം തോന്നുന്നു അല്ലേ, ദുഷ്ടന്മാരാന്ന് തോന്നുന്നുണ്ട്, ആരെയും അടുപ്പിക്കില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. സന്തോഷാണല്ലേ, ഓക്കെ. അങ്ങനെയല്ലേ വേണ്ടത്. എന്താ അബ്ദുൾ ബാസിദ്? സന്തോഷാവുന്നു. ആ സന്തോഷാണ്. ഞാൻ വിചാരിച്ചു COVID-19 കൊറോണ എല്ലാം ആയതുകൊണ്ട് കുറച്ച് ദുഷ്ടന്മാരായോ ദുഷ്ടികളായോ എന്ന് വിചാരിച്ചു. അല്ല അല്ലേ, എല്ലാരും നല്ല മക്കളാണ്. ഓക്കെ. तुम्हारे साथ इस पर्व को मनाने का अवसर पाकर मुझे बहुत खुशी होगी. നിന്റെ കൂടെ ഞാൻ ഈ ഉത്സവം ആഘോഷിക്കുമ്പോൾ, ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോൾ എനിക്കും എന്താവും, നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ. ഞാൻ നിങ്ങളോട് ആരോടും വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരുന്നേ. आंटी अंकल को मेरा प्रणाम कहना तथा नीतेश को मेरा स्नेह देना. ആന്റിയോടും അങ്കിളിനോടും എന്റെ അന്വേഷണം പറയണം. ആരോട് കൂടി പറയണം? നീതേഷ്. നീതേഷ് എന്ന് പറഞ്ഞാല് ആബയുടെ അനിയനോ ചേട്ടനോ ആരെങ്കിലും ആയിക്കോട്ടെ. തുമാരി ഉത്തർക്കി പ്രതീക്ഷാമേ തുമാരി സഖി. നിന്റെ മറുപടിക്കായി കാത്തു നിന്നുകൊണ്ട് നിന്റെ കൂട്ടുകാരി. ആരാ എഴുതുന്നു? താഴെ പേരുണ്ട്, ഭാവിക. അപ്പൊ ഒരു ലെറ്ററിന്റെ മോഡൽ മനസ്സിലായില്ലേ? നമ്മളെ ഫസ്റ്റ് ലെറ്റർ എഴുതുമ്പോ ഫസ്റ്റ് എഴുതേണ്ടത് എവിടുന്നാണോ എഴുതുന്നത് അയക്കുന്നത് ആ സ്ഥലത്തിന്റെ പേര് എഴുതണം. ഏത് ദിവസമാണോ എഴുതുന്ന ആ ഡേറ്റ് വേണം. പിന്നെ വേണ്ടത് അഭിസംബോധന. ഇത് നമ്മള് എനിക്ക് സുഖം തന്നെയാണോ, എനിക്ക് സുഖം തന്നെ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എന്താണോ പറയാൻ പോകുന്ന ബാക്കി കാര്യം ചുരുക്കി എഴുതുന്നു. ഏറ്റവും താഴെ ആരാണോ എഴുതുന്ന ആളെ പേര്, നാം. കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഈ ലെസൺ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി? ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ. എന്താണ് പറയേണ്ടത് മോനെ ആൻഡ്രോസ്? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഭാഗോ? അത് ലേറ്റ് ആയിട്ട് കയറിയത്? എന്താ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറിയത്? കൃപ, ആൻഡ്രോസ്. അതിലേ പേജ് നമ്പർ 33 34 ആണ് ഇപ്പൊ മിസ് പറഞ്ഞത്. അപ്പൊ കുറച്ചായിട്ട് പറയാൻ പറ്റില്ല, ഫുള്ള് പറയണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ലേറ്റ് ആയിട്ട് വന്നവര് യൂട്യൂബ് ക്ലാസ് കാണണേ. രണ്ടാമത്തെ ഹിന്ദിയുടെ രണ്ടാമത്തെ പാട്ട് ഭാഗം കേട്ടോ, ലേറ്റ് ആയിട്ട് വന്നവര്. ഓക്കെ, ആ വായിപ്പിക്കും മിസ്. അതിൽ കുറച്ച് വർക്കുകൾ പറഞ്ഞു തന്നിട്ട് വായിപ്പിക്കാം. അല്ല, അടുത്തത് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് തുടങ്ങിക്കോളൂ. ഏതൊക്കെ? വേർഡ് മീനിങ്, ശബ്ദാർത്ഥം എഴുതണം. സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ, ഇവ നോട്ട്ബുക്കിലേക്ക് ഹോംവർക്ക് എഴുതി വെച്ചോ, എഴുതണം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രണ്ട്, അതൊക്കെ മെസ്സേജ് എല്ലാം പിന്നെ വിടാം. ഇപ്പൊ ക്ലാസ് ശ്രദ്ധിക്കേ. പർവ്, ഫെസ്റ്റിവൽ, വിസ്താർ, ഡീറ്റെയിൽഡ്, മാന്യത, അക്രഡിറ്റേഷൻ. കണ്ടോ നിങ്ങള്? സൃഷ്ടി, യൂണിവേഴ്സ്, പ്രതിപദ, ഫസ്റ്റ് ഡേറ്റ്, അത്യാചാരവും ടോർച്ചറീസ്, പ്രതീക്. ആരാ വിളിക്കുന്നേ? മിസ് വായിക്കുന്ന വേർഡ് മീനിങ് ശ്രദ്ധിക്കേ. പ്രതീക്, സിംബൽ, ബന്ധൻവാർ, ഫെസ്റ്റൂൺ, സുഖ സമൃദ്ധി, പ്രോസ്പെരിറ്റി, വ്യഞ്ജൻ, ഡിഷ്, പരമ്പര, ട്രാഡിഷൻ, സ്വാസ്ഥ്യ, ഹെൽത്ത്, കഡ്വാഹട്ട്, ബിറ്റർനെസ്, മിഠാസ്, സ്വീറ്റ്നെസ്. ഇത്രയും വേർഡ് മീനിങ്. സമാനാർത്ഥി ശബ്ദ, സമാനാർത്ഥി ശബ്ദം എന്ന പര്യായ പദങ്ങള്. പതാക, ധ്വജ്, झंडा, विजय, विजय विजय, सफलता, जीत, पर्व, पर्व फेस्टिवल अल्ले, त्योहार, उत्सव, सृष्टि, दुनिया, जगत, शत्रु, दुश्मन, वैरी, प्राण, जीवन, जान.
विलोम शब्द आरंभ विलोम शब्द ഓപ്പോസിറ്റ് വേർഡ് ഞാൻ വായിക്കുന്നത് കണ്ടുപിടിക്കണേ. പേജ് നമ്പർ 35 വിലോമ ശബ്ദമാണ് വായിക്കുന്നത്. എല്ലാവരുടെയും കൈവിരലും അവിടെ ശ്രദ്ധിച്ച് വെച്ചേ. മിസ് വായിക്കുന്നതനുസരിച്ച് നീക്കണേ. ആരംഭ അന്ത് ഉത്തർ ദക്ഷിൺ. ശക്തിശാലി ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ദുർബൽ. കഡ്വാഹട്ട് മിഠാസ്. നയ പുരാന. വിജയ് പരാജയ്. ഓക്കെ, അപ്പൊ അത്രയും വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക്. പിന്നെ വേർഡ് ഡിറ്റേഷൻ വേർഡ് ശ്രുതലേഖ്. ഇതാ നമ്മള് കോപ്പി റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവ റഫ് ബുക്കിലോ എഴുതി പഠിക്കുക. മൗഖിക പ്രശ്നം മിസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മൗഖിക പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസ് ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചോദിച്ച് നിങ്ങൾ ആൻസർ പറയുന്നതാണ് മൗഖിക പ്രശ്നം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, यह पत्र किसने किसको लिखा है? ഈ ലെറ്റർ സൂര്യദേവൻ പറയാനുണ്ടോ? മിസ് 5ാം പാഠത്തിന് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലായിരുന്നു. എന്താ കിട്ടാതിരുന്നേ? ഗ്രൂപ്പിൽ അയച്ചത് കണ്ടില്ല? കിട്ടിയായിരുന്നു. ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു കാര്യം ചെയ്യുന്ന എന്റെ വാട്സാപ്പിൽ നിന്ന് എനിക്ക് അയച്ചാ. ഇന്നല്ല കേട്ടോ, നാളെ. ഇനിയിപ്പോ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. നാളെ അയച്ചു. നാളെ ഞാൻ വാട്സാപ്പിൽ അയച്ചുതരാം. പേഴ്സണലായിട്ട് അയച്ചുതരാം കേട്ടോ. ഓക്കെ. ഏഹ് പത്ര കിസ്നെ കിസ്കോ ലിഖാ ഹൈ. ഈ കത്ത് ആർക്ക് എഴുതിയാണെന്ന് പറയാമോ? ഭാവികാനെ ആഭാക്കോ ലിഖ. പേര് പഠിക്കണം. ഭാവികയും ആഭയും. ഭാവികാനെ ആഭാക്കോ ലിഖ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദേവാഞ്ജന ശ്രദ്ധിക്കുന്നില്ല മോളെ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗുഡി പഡ്വ കാ ക്യാ അർത്ഥ ഹൈ? എന്താ ഗുഡി പഡ്വേന്റെ അർത്ഥം? പതാക, സ്ഥിതി അല്ലേ? എന്ന് പറഞ്ഞാല് പതാക, ധ്വജ്. പഡ്വ എന്ന് പറഞ്ഞാല് സ്ഥിതി, ഡേറ്റ് അല്ലേ? ആണോ? Yes, miss. Yes. Third question, ഗുഡി പഡ്വ പർവ് കബ് മനായ ജാതാ ഹൈ? ഈ ഉത്സവം ഏതു മാസാണ് നമ്മൾ ആഘോഷിക്കുന്നത്? പറയാമോ ഓർമ്മിച്ചിട്ട്? മിസ് നേരത്തെ പഠിപ്പിച്ചതിലുണ്ടല്ലോ. ജൂലൈ. ജൂലൈയില? ജൂണിലാ? ഓക്കെ, ഏപ്രിൽ മാസത്തില്, ചൈത്ര മാസത്തിലാണ്. ജൂണിലും ജൂണിലും സ്കൂൾ തുറക്കുന്ന ചൈത്ര മാസം ഏകദേശം ഏപ്രിൽ മാസമായിരിക്കും. ചൈത്ര മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. മറന്നുപോലെ ചൈത്ര മാസം. പൂജ की जाती है? ഈ ദിവസം എന്തിന്റെ പൂജ ചെയ്യുന്നത് ഹിന്ദുക്കള്? ശ്രീരാമൻ. ഗുഡി പഡ്വയില് ഏതിനെയാണ് പൂജിക്കുന്നത് ഹിന്ദുക്കള്? ഗുഡി മീൻസ് ധ്വജ്, ഫ്ലാഗിനെയാണ് അവര് പൂജ നടത്തുന്നത്. മറന്നുപോയോ നിങ്ങൾക്ക്? എന്താ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സില്? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട. മിസ് നേരത്തെ പറഞ്ഞു ഒന്നുകൂടി പറയാം. ഗുഡി പഡ്വ പർവ് കിൻ പ്രദേശോമേ മനായ ജാത ഹൈ? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ ഗുഡി പഡ്വ എന്നുള്ള ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? നമ്മൾ അടയാളപ്പെടുത്തി. ഗുഡി പഡ്വ ആന്ധ്രാപ്രദേശ്, കർണാടക. എന്താ ആക്ഷന് അടയാളപ്പെടുത്തിയിട്ടില്ലേ? മഹാരാഷ്ട്ര കാ ലോകപ്രിയ പർവ് ഹൈ. അമ്മ ഹെൽപ്പ് ചെയ്യാമെന്താ? ക്ലിയർ ആവുന്നില്ല.
ഒന്നും രണ്ടും മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പറയാം. ഗുഡി പഡ്വ പർവ് സേ ജുഡി കിസി ഏക് മാന്യത കെ ബാരെ മേ ലിഖോ. ഏതെങ്കിലും ഒരു ആ ഗുഡി പഡ്വയുമായി ആധാരമാക്കിയിട്ട് ഒരു കഥ എഴുതാൻ പറഞ്ഞു. അത് നമ്മള് പേജ് നമ്പർ 33 മാർക്ക് ചെയ്തു അല്ലെ. ഭഗവാൻ ശ്രീരാമനെ में रहने वाले लोगों को बाली के अत्याचारों से मुक्ति दिलाई थी. इसी खुशी में हर घर में गुड़ी आपका विजय पताका फहराई गई थी. थर्ड, इस पर्व पर अलग अलग राज्यों में कौन कौन से व्यंजन बनाए जाते हैं? അതിന്റെ ആൻസർ ഇപ്പൊ പറഞ്ഞില്ല അല്ലെ നമ്മള്. അതായത് പേജ് നമ്പർ 33 ലാസ്റ്റ് മുകളിലോട്ട് എണ്ണുക. ഫോർത്ത് ലൈൻ. महाराष्ट्र में इस अवसर पर श्रीगंध बनाया जाता है और आंध्र प्रदेश में पचड़ी प्रसाद के रूप में बांटा जाता है वरे. ഒന്നുകൂടി മിസ് വായിച്ചു. महाराष्ट्र में इस अवसर पर महाराष्ट्र ബ്രാക്കറ്റഡ് നമ്പർ 3 ക്വസ്റ്റ്യൻ നമ്പർ 3 അദ്വൈതിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നു അല്ലേ. അദ്വൈത് വിളിച്ചിട്ടുണ്ടാവല്ലേ അമ്മേന? അദ്വൈതിന് ഇപ്പൊ ഇല്ല ആവില്ല ഇനിയിപ്പൊ അമ്മ ഇല്ലാതെ. ഇനിയിപ്പൊ കണ്ടോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് വന്ന. അതെ, നീ അത് ഒറ്റയ്ക്ക് ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ നിന്റെ അടുത്തേക്ക് വരുന്നത്. നോട്ടെഴുതാൻ പറയുമ്പോ മേലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. महाराष्ट्र में इस अवसर पर ब्रैकेट इടുക श्रीगंध बनाया जाता है और आंध्र प्रदेश में पचड़ी प्रसाद के रूप में बांटा जाता है वरे. മാർക്ക് ചെയ്തോ? मींस फोर्थ वन. നാലാമത്തെ ക്വസ്റ്റ്യൻ. ബന്ധൻവാർ का क्या महत्व है? തൊട്ട് മുകളില് നമ്മളിപ്പോ മാർക്ക് ചെയ്തതിന്റെ കുറച്ച് മുകളിലോട്ട് വാ. അതിൽ നിന്ന് മുകളിലോട്ട് ഒരു നാലാമത്തെ ലൈൻ തന്നെ. മാനാ ജാതാ ഹേ കി ബന്ധൻവാർ സജാനെ സേ ഘർ മേ. നമ്മളിപ്പോ 3 മാർക്ക് തൊട്ട് മുകളിലോട്ട് ഫോർത്ത് ലൈൻ. ഗ്രൂപ്പിലിടോ? ഇനി ഗ്രൂപ്പിലിടൂല. അന്ന് എന്റെ ഗ്രൂപ്പിലിടുന്ന ഞാൻ അവരോട് സെന്റൻസ് പറഞ്ഞു. ഒന്ന് അയച്ചുതരാം. माना जाता है कि बंधनवार से घरों के दरवाजे सजाते हैं. सॉरी, सजाने से घर में सुख समृद्धि खुशियां आती है वरे. माना जाता है कि मुदले खुशियां आती है वरे. ആ ഒരു ഹൗസിന്റെ പിക്ചർ കണ്ടോ? അതിന് തൊട്ട് വലത് സൈഡിലുണ്ട് ആ പിക്ചറിനടുത്ത്. മാനാ ജാതാ ഹേ കി ബന്ധൻവാർ സജാനെ സേ ഘർ മേം സുഖ സമൃദ്ധി और खुशियां आती है. അതിന് എങ്ങനെ മടിയന്മാരല്ലേ? ഒന്ന് സെന്റൻസ് വായിച്ചു നോക്കി കണ്ടുപിടിക്കൂലല്ലോ. വായിച്ചു നോക്കിയവർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇനി അടുത്തത് അപ്പൊ ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്ബുക്കിലേക്ക് എഴുതുക, മിസ്സിന് അയച്ചിരുക. പേജ് നമ്പർ 35. മൂന്നാമത്തെ നാലാമത്തെയും പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്ത് വീണ്ടും ഗ്രൂപ്പിൽ അയച്ചു തരും. അത് നോക്കിയിട്ട് എഴുതണേ. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ അയക്കും. ഇനി 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യാം. പേജ് നമ്പർ 35 ലാസ്റ്റ് വർക്ക്. വാക്യ പഠിക്കർ ഹാം യാ നഹീം മേ ഉത്തർ ദോ. യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ ഹാം, നോ ആണെങ്കിൽ എന്താണ് നഹീം.
മിസ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. നെക്സ്റ്റ് എഴുതേണ്ട വർക്ക് മിസ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ഇപ്പൊ കേൾക്കാമോ? മിസ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുക. മിസ് പറഞ്ഞ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മിണ്ടാതിരിക്കണം. വാക്യപ്പെടുക്കർ ഹാം യാ നെഹീമെ മുത്തർദോ. ശരിയാണെങ്കിൽ ഹാം എഴുതുക, തെറ്റാണെങ്കിൽ നെഹീം എഴുതുക. क्वेश्चन नंबर 1, गुड़ी पड़वा को उगादि और युगादि भी कहा जाता है. गुड़ी पड़वेന ഉഗാദി എന്നും യുഗാദി എന്നും അറിയപ്പെടുന്നുണ്ട്. ശരിയോ തെറ്റോ? ഹാം എന്നാണ്. ഹാം മീൻസ് യെസ്. യെസ് എന്നാണ് അതിനർത്ഥം. ഹാം, യെസ്, ജി ഹാം, ഹാം. ഇനി आंध्र में इस दिन श्रीगंध प्रसाद के रूप में बांटा जाता है. ആന്ധ്രാപ്രദേശിലെ ഈ ദിവസം ശ്രീകണ്ഠ എന്നുള്ള പ്രസാദമാണ് നൽകിയിരുന്നത്. ശരിയോ തെറ്റോ? മിസ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ അവിടെ എന്താണ്? ഹാം. തേർഡ്, आम के पत्तों से बने बंधनवार घर में खुशियां लाते हैं. അതായത് മാവിന്റെ ഇലകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തോരണങ്ങള് അവര് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ? ഈ ദിവസങ്ങള് ജനലിലൊക്കെ അലങ്കരിക്കുന്നു. അപ്പൊ അവിടെ ആ വീട്ടില് സന്തോഷം ഉണ്ടാകുന്നു പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഹാം അല്ലേ? ഓക്കെ, ഹാം എഴുതി വെച്ചോളൂ. നിങ്ങൾ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? എന്താണ് ദേവാഞ്ജന? ഹാം. ഇനി അടുത്ത് नीम की कोंभलों को शक्कर के साथ खाने की परंपरा है. അതൊരു പാരമ്പര്യമായിട്ട് അതിങ്ങനെ ചെയ്തു വരുന്നുണ്ടെന്ന് ഈ ഭക്ഷണ പദാർത്ഥങ്ങള് കൊടുക്കൽ ഏത് പ്രസാദമായിട്ട്. ശരിയോ തെറ്റോ? എല്ലാം ഇതുവരെ പറഞ്ഞതെല്ലാം ഹാം ശരിയാണ്, ട്രൂ. नेक्स्ट लास्ट वन, आंध्र प्रदेश, कर्नाटक और महाराष्ट्र में आम इसी दिन से എക്കോ വരുന്നുണ്ടല്ലേ? ഞാനും കേട്ടു. ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ അവർ ഈ ദിവസങ്ങളില് മാംഗോ കഴിക്കാറുണ്ട്, പതിവായി കഴിക്കുന്നു ഈ ദിവസങ്ങളില്. ശരിയോ തെറ്റോ? നഹീം. ഓക്കെ, ഇനി പേജ് നമ്പർ 36. ഈ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കാമോ? നിങ്ങൾക്ക് നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് ഏതെങ്കിലും ഭാഗം കേൾക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും യൂട്യൂബ് ലിങ്ക് കാണണം. യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് വർക്കുകൾ എഴുതാം. ഏതാണ്? നഹീം. ഇനി പേജ് 36 വിലോമ ശബ്ദ ലിഖോ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ്. വിലോമ ശബ്ദ ലിഖോ. ഇത് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം വിലോമ ശബ്ദം ട്ടോ. നമ്പർ 1 ഉത്തർ. ഉത്തർ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ദക്ഷിൺ. ഉത്തർ, ദക്ഷിൺ. വടക്കു ഭാഗം, തെക്കു ഭാഗം. നെക്സ്റ്റ് ആ ബ്രാക്കറ്റിൽ നിന്ന് ദക്ഷിൺ എന്നുള്ളത് എടുത്തെഴുതണേ. അവിടെ ദക്ഷിൺ. ആരംഭ്. ആരംഭം എന്നാൽ തുടക്കം.
അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അന്ത്. അവസാനം എൻഡ് അല്ലേ? അന്ത്. ആരംഭ് അന്ത്. നെക്സ്റ്റ് ശക്തിശാലി. ദുർബൽ. ശക്തിശാലി പറഞ്ഞാല് ശക്തിയുള്ളവൻ. ദുർബല്. ഒന്നും ശക്തിയെ ഇല്ലാത്തവനെ നമ്മൾ എന്ത് പറയലേ? ദുർബൽ. അബ്ദുൽ ബാസിനെ പോലെ അല്ലേ? അല്ലേ? അല്ല സൂര്യദേവനെ പോലെയോ? ആരാ ദുർബലന്മാര് നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ? ശക്തി ഇല്ലാത്തവര് ആരുണ്ടോ? നിഹാലാണെന്ന് തോന്നുന്നു. നിഹാൽ ചിരിക്കുന്നുണ്ട്. ആ ഓക്കെ. നെക്സ്റ്റ് സുഖ്. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? സുഖ്. ദുഃഖ്. സുഖ് ദുഃഖ്. വിജയ്. വിജയ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? അല്ലേ? വിജയവും പരാജയവും. പരാജയം എന്ന് പറഞ്ഞാൽ തോൽവി. വിജയ് പരാജയ്. കഡ്വാഹട്ട്. എന്താ കഡ്വാഹട്ട് പറഞ്ഞാൽ അറിയോ? കഡ്വാഹട്ട് പറഞ്ഞാൽ മീനിങ് അറിയോ? കയ്പ് നിറഞ്ഞെന്ന് അർത്ഥം. കയ്പ് നിറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് മിഠാസ്. കയ്പ് നിറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോ ചിലവര് കയ്പ് നിറഞ്ഞ സംസാരമുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോന്ന് എനിക്കറിയില്ല. അതായത് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിൽ, വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന നമ്മൾ എന്താ പറയാ? കയ്പ് നിറഞ്ഞ വാക്ക്. ആ മിസ് കേൾക്കുന്നുണ്ട് മക്കളെ. നിങ്ങളുടെ എക്കോ എനിക്ക് കേട്ടിട്ട് മതിയായി. എനിക്കെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വീണ്ടും എക്കോ വരുന്നത്. അപ്പൊ മനസ്സിലായോ? അതുവരെ വിലോമ ശബ്ദം മനസ്സിലായോ മക്കളെ? ഓപ്പോസിറ്റ് വേർഡ്സ്. ഇനി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിന്റെ കൂടെ നോട്ട്ബുക്കിലേക്ക് ഇതും എടുത്തെഴുതണം. എങ്കിൽ മാത്രമേ നിങ്ങളെ പഠിക്കുള്ളൂ. ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നിങ്ങളുടെ എഴുത്തു പരീക്ഷയാണ്. നന്നായിട്ട് എഴുതി പഠിക്കണം. എല്ലാവരുടെയും മടി അങ്ങോട്ട് മാറ്റുക. ഫുൾ ടൈം പഠിത്തത്തിലേക്ക് കവർ ചെയ്യണം. ഓക്കെ? ആരല്ലോ വീഡിയോ ഓഫ് ചെയ്ത് മുങ്ങി. അദ്വൈതേ വീഡിയോ ഓഫ് ചെയ്യുന്ന വേറിൽ ഞാൻ അവിടെ വന്നിട്ട് മുറിക്കും. ആ നെക്സ്റ്റ് സമൂഹക്കെ അലഗ് ശബ്ദ പർ ഗോള ലഗാവോ. താഴെ ഒരു കൂട്ടത്തിനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങള് ചിത്രകഥയിലൊക്കെ നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ എന്താ പറയാ? ഒറ്റയാനെ കണ്ടെത്തലില്ലേ? കുറെ പിക്ചർ കൊടുത്തിട്ട് കുറെ പക്ഷികളെ കൊടുക്കും. അപ്പൊ അതിൽ ഒരു മൃഗത്തിനെ കൊടുക്കും. അപ്പൊ അതിൽ ഒറ്റയാൻ ആരാച്ചാ അതിന് റൗണ്ട് ചെയ്യല്. അതുപോലെ താഴെ കുറെ മീനിങ് കൊടുത്തിട്ടുണ്ട്. അതില് ഒറ്റയാൻ ആരാണോ അതിനെ റൗണ്ട് ചെയ്യണം. ഫസ്റ്റ് വേർഡ് എന്തൊക്കെയാന്ന് പറയാം. ആരംഭ്, ശുരുവാത്ത്, അന്ത്. അന്ത്. വെരി ഗുഡ്. ആരംഭം ശുരുവാത്ത് എന്ന് പറഞ്ഞാൽ തുടക്കം, ആരംഭം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അന്ത് എന്നുള്ളതാണ് അതിലെ റൗണ്ട് വരക്കതിനെ. വേർഡിനെ റൗണ്ട് ചെയ്യാം. അദ്വൈതേ ഇടക്കിടക്ക് എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ഫോൺ അവിടെ നിന്നോട്ടെ. നീ ക്ലാസ് കഴിയുമ്പോ തനിയെ കട്ടാവും. നിന്റെ കൈ വരില്ല ഇനി ഫോണിന്റെ അടുത്ത് പോയാല്. മിസ് ഇനി ഇങ്ങോട്ട് വരുമ്പോ, സ്കൂളിലേക്ക് വരുമ്പോ അമ്മയുടെ കയ്യിൽ ഒരു വടി ഞാൻ കൊടുത്തിട്ട് വരും. എന്നിട്ട് ഇങ്ങനെ കൈ നീണ്ടു പോയിട്ട് ഇങ്ങനെ ഓഫ് ആക്കുന്ന കാണുമ്പോ ആ കൈ വിരലിന് അടി കൊടുക്കാൻ പറയും. ഓക്കെ? ആ നെക്സ്റ്റ് പതാക, തിരങ്ക, ധ്വജ. പതാക, ധ്വജ എന്നെല്ലാം പറഞ്ഞാല് കൊടി തന്നെ അർത്ഥം. പക്ഷെ തിരങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്? ത്രിവർണ പതാകയാണ്. വ്യത്യാസം ഉണ്ടല്ലേ? തിരങ്ക മീൻസ് ത്രിവർണ പതാക. അപ്പൊ തിരങ്ക എന്നുള്ളതിന് സർക്കിളേ. പർവ്,
ദീപാവലി ഉത്സവ. ദീപാവലി 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 ഒരു ഫെസ്റ്റിവലിന്റെ പേരാണ്. പർവ് ഉത്സവം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ മീനിങ് ആണ്. ഫെസ്റ്റിവലിന്റെ ഹിന്ദി മീനിങ് ദീപാവലി. ഉഗാദി ആദി യുഗാദി. ആദി പറഞ്ഞ മുതലായവ. ആദി. മധുരത ചീനി മിഠാസ്. എന്താ ചീനി പറഞ്ഞാല്? എരിവ് അല്ല, ചീനി എന്ന് പറഞ്ഞാല് പഞ്ചസാര. മധുരം എന്നുള്ള വേർഡല്ല, പഞ്ചസാര. അപ്പൊ അതിന് മധുരത മിഠാസ് കറക്റ്റ് വേർഡാണ്. അതിൽ ചീനി റൗണ്ട് ചെയ്യാം. അത്രയും മാർക്ക് ചെയ്തല്ലോ. അടുത്തും കൂടി മിസ് വേഗം ഒന്ന് പറഞ്ഞേക്കാം. വചൻ ബദലേ, ചേഞ്ച് ദ നമ്പർ. ഏകവചനം തന്നിട്ടുണ്ടെങ്കിൽ ബഹുവചനത്തിലേക്ക് മാറ്റണം. പത്ത പത്തേ. രണ്ടാമത്തേല് അതിന് നാണക്കേടൊന്നും വേണ്ട. ഏതാ കിട്ടത് പറഞ്ഞോ. രണ്ടാമത്തേല് പതാക എന്നുള്ളതില് തിരങ്ക റൗണ്ട് ചെയ്തോ. തിരങ്ക. നെക്സ്റ്റില് ദീപാവലി. അതങ്ങനെ താഴെ ദീപാവലി. അതിന് തൊട്ട് താഴെ ആദി. അതിന് തൊട്ട് താഴെ ചീനി. റൗണ്ട് ചെയ്തോ. ഇനി പത്ത പത്തേ. അപ്പൊ ദർവാസ എന്താണ് ദർവാസേ. ദർവാസ ദർവാസേ. രചന രചനായേ. അപ്പൊ തൊട്ടടുത്ത് സേന എന്തായിരിക്കും? സേനായേ. സേന സേനായേ. സേന സേനായേ. കപ്പട കപ്പടേ അല്ലേ? കപ്പട കപ്പടേ. പതാക എന്തായിരിക്കും? പതാകേ. എഴുതിക്കോളൂ. കപ്പട കപ്പടേ. പതാക പതാകേ. മിസ് ഒന്നുകൂടി പറയാം. പത്ത പത്തേ. ദർവാസ ദർവാസേ. ഏത് ഇത്? രചന രചനായേ. സേന സേനായേ. കപ്പട കപ്പടേ. പതാക പതാകേ. ഇനി അടുത്ത കുറച്ച് വിശേഷണ ശബ്ദങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് കട്ടാവും കേട്ടോ. ക്ലാസ് കട്ടായാലും പേജ് നമ്പർ 36 വരെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും അതിലെ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. സൂര്യദേവ് എന്താ പറഞ്ഞോ? അതന്നെ പറഞ്ഞത്. അത് നിങ്ങൾ നെറ്റ് പോയവരൊക്കെ ഒന്നുകൂടി അത് എല്ലാം നോക്കണം. നാലാമത്തെ വർക്ക് ഇപ്പൊ ക്ലാസ് കട്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യണം. കുറെ നോട്ട്ബുക്കിലും. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ടവ ടെക്സ്റ്റ് ബുക്കില്, നോട്ട്ബുക്കിൽ ചെയ്യേണ്ടവ നോട്ട്ബുക്കില്. അതിന്റെ ഒന്നിച്ച് കോപ്പി റൈറ്റിങ്ങും. എല്ലാവരും നാളെ 5 മണിക്ക് മുന്നേ 6 ലെസൺ കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് അയച്ചു തരണം. നാളെ വൈകുന്നേരം 5 മണി വരെ ലാസ്റ്റ് ടൈം.